റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഇനി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കലാലയങ്ങളിലും പരിശോധന കർശനമാക്കുകയാണ്. ഹോസ്റ്റലുകൾ, ക്യാന്റീൻ, കലാലയ പരിസരം എന്നിവിടങ്ങളാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയാൻ ലക്ഷ്യമിട്ടാണ് പോലീസിന്റെ നടപടി. റോഷിപാൽ ചേരുന്ന വിശദാംശങ്ങളുമായി. റോഷിപാൽ, കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര പരിശോധനകളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനിത, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പരിശോധന വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഹോസ്റ്റലിനകത്ത് നിന്ന് തന്നെ കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിലാണ് ഇത് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി കലാലയ പരിസരങ്ങളിലടക്കം പരിശോധന നടത്തുന്നത്. ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങൾ അത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഓരോ പോലീസ് ജില്ലയിലും നർക്കോട്ടിക് വിഭാഗം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന ഏകോപിപ്പിക്കുന്നത്. എല്ലായിടങ്ങളിലും രഹസ്യവിവരം ലഭിച്ച ഇടങ്ങളിൽ, ഹോസ്റ്റലുകളിൽ, ക്യാൻറ്റീനുകളിൽ, അതിന് പുറമെ ഈ വിദ്യാലയത്തിൻ്റെ പരിസരത്ത്, കോളേജുകളുടെ പരിസരത്തുള്ള കടകളിലടക്കം വളരെ വിശദമായ പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധയിടങ്ങളിൽ പരിശോധന തുടരുന്നത്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽപ്പന ലഭിക്കുന്നുവെന്ന് രഹസ്യവിവരം ലഭിക്കുന്ന കലാലയങ്ങളിൽ നിർബന്ധമായും പരിശോധന നടത്തണം എന്ന നിർദ്ദേശം കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ കലാലയങ്ങൾ, ഹോസ്റ്റലുകളടക്കം പരിശോധന നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വൈകിട്ടാകുമ്പോഴത്തേക്കും ആ പരിശോധനയുടെ ഫലം നമുക്ക് അറിയാൻ കഴിയും. എത്രത്തോളം ഈ ലഹരി മരുന്ന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വിവരം. സംസ്ഥാനത്ത് ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ സ്രോതസ്സുകളിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഏതായാലും പോലീസിന് ഉണ്ടാകുന്നത്. പൂർണ്ണമായി ലഹരി വിമുക്തമാക്കുക, കുട്ടികൾക്ക് ലഹരി കൈമാറുന്നവരെ കണ്ടെത്തുക, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇന്ന് സജീവമായി ക്യാമ്പസുകളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. വിനീത, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകി.